Hello, good morning all. Welcome back to my channel, Sija's Economic Classes. അടുത്തായിട്ട് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ബജറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് കൺസ്യൂമർ ബജറ്റ്? ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറയുന്നത് മണി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ടു സ്പെൻഡ് ഐദർ ഗുഡ്സ് ഓർ സർവീസസ്. ഒന്നിങ്ങനെ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺസ്യൂമറിന്റെ കയ്യിലുള്ള മണി ഇൻകത്തിനെയാണ് ഒരു കൺസ്യൂമറിന്റെ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൈവശം 100 രൂപ അല്ലെങ്കിൽ 500 രൂപ കൈവശമുണ്ടെന്ന് കരുതുക. അതാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മുടെ കൈവശമുള്ള പണവരുമാനം. അതിനെയാണ് ഒരു കൺസ്യൂമറിന്റെ ബജറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൺസ്യൂമറിന്റെ ബജറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലായാൽ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ബജറ്റ് സെറ്റിനെ കുറിച്ചിട്ടാണ്. എ സെറ്റ് ഓഫ് കൺസ്യൂമർ ബണ്ടിൽ ഈസ് നോൺ ആസ് ബജറ്റ് സെറ്റ്. അതായത് കൺസ്യൂമേഴ്സിന്റെ ബണ്ടിലിന്റെ ഒരു സെറ്റിനെ, ഒരു കൂട്ടം ഉപഭോഗ ബണ്ടിലുകളെ വിളിക്കുന്ന പേരാണ് ബജറ്റ് സെറ്റ് എന്ന്. ബജറ്റ് സെറ്റിനെ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ബജറ്റ് കൺസ്ട്രെയിന്റ് എന്നും പറയാം, ബജറ്റ് പരിധി എന്നും വിളിക്കാറുണ്ട്. എന്താണ് ബജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. M എന്ന് പറയുന്നത് മണി ഇൻകമാണ്, പണവരുമാനം. P1 എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിന്റെ പ്രൈസ്, വില എന്നാണ് അർത്ഥമാക്കുന്നത്. X1 എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിന്റെ അളവ്. ഇനി P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിന്റെ വില, X2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിന്റെ അളവ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ 100 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് തുല്യമായ വസ്തുക്കൾ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ അതിന് കുറവ് വാങ്ങാം എന്നാണ് ആ ഇക്വേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും കൺസ്യൂമർ ഒരേപോലെ പെരുമാറണമെന്നില്ല. എല്ലാ കൺസ്യൂമേഴ്സും അവരുടെ കൈവശമുള്ള പണവരുമാനത്തിനനുസരിച്ചായിരിക്കും അവർ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നത്. ഒന്നിങ്ങനെ കുറയാം അല്ലെങ്കിൽ ഈക്വലായിട്ട് വാങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ബജറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് ഒരു ബജറ്റ് സെറ്റ് ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫോർമുല, P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഇപ്പോൾ രണ്ട് വസ്തുക്കളുടെയും വില 5 രൂപ വീതമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വസ്തുവിന് 5 രൂപ, രണ്ടാമത്തെ വസ്തുവിന് 5 രൂപ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അതിനൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ കയ്യിൽ 100 രൂപയാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ ഇതായിരിക്കും. 5x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100, അതായത് 100. അപ്പോൾ 5x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാൽ അവിടെ ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ നമുക്ക് ബണ്ടിലുകളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് അതിനനുസരിച്ച് രണ്ട് വസ്തുക്കൾക്ക് തുല്യമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ബണ്ടിലുകൾ ഉണ്ടാക്കുന്ന വിധം. ഓക്കെ.